Vamos
പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചെന്നുള്ള ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ബിജു ഗോപകുമാർ സാർ, ബിജെപിയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് ശ്രീ ജി ഗോപിനാഥ് ജി, ബിജെപിയുടെ മണ്ഡല പ്രസിഡന്റായിട്ടുള്ള ശ്രീ ദീപാ സഹദേവൻ, സെക്രട്ടറി രാധാകൃഷ്ണൻ ജി, യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ അഭിഷേക് പുഴയ്ക്കൽ, മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് പ്രകാശ് പാപ്പേടി, മാധ്യമ സുഹൃത്തുക്കളെ ആത്മാർത്ഥതയോടെ ചെയ്യുന്ന എല്ലാവരായ എല്ലാവർക്കും നമസ്കാരം. ഭാരതീയ ജനതാ യുവമോർച്ച ഇന്ന് ഇതുപോലൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാനുള്ള കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കേരളത്തിലെ ജനങ്ങളെ ഇരുട്ടിലാക്കുന്ന തരത്തിലേക്കാണ് പിണറായി വിജയൻ സർക്കാർ യൂണിറ്റിന് 16 പൈസ കൂട്ടിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ മറ്റൊരു ഇരുട്ടിലേക്ക് നയിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലുടനീളം പ്രതിഷേധങ്ങൾ നടന്നു വരികയാണ്. എന്നാൽ ഇന്ന് കേരള നമ്പർ 1 എന്ന് പറയുന്ന ശ്രീ പിണറായി വിജയൻ ഭരിക്കുന്ന നാട്ടിൽ അവശ്യ വസ്തുക്കളായിട്ടുള്ള സപ്ലൈകോ സാധനങ്ങളുടെ വില വർധനവ്, വെള്ളക്കരത്തിന്റെ വില വർധനവ്, ഇപ്പോൾ അവസാനമായിട്ട് KSEBയുടെ പോലും നിരക്ക് വർധനവാണ്. ഇനി കേരളത്തിലെ ജനങ്ങൾക്ക് പിണറായി വിജയനിൽ ആശ്രയിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ലോകം തന്നെ ഇരുട്ടിലേക്ക് മടങ്ങുമെന്നുള്ള രീതിയിലാണ് നമ്മൾ കുറച്ചു നാൾക്ക് മുമ്പ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ലോകം ഇരുട്ടിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് തന്നെ കേരളം ഇരുട്ടിലേക്ക് മടങ്ങുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് പിണറായി വിജയൻ സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, മഹാകവി മാറിയിട്ടുണ്ട്, വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം എന്ന രീതിയിലാണ് പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പ്രവർത്തനം. അതായത് കേരളത്തിലെ ജനങ്ങളെ ഇരുട്ടിൽ തള്ളിവിടാൻ പിണറായി വിജയന് അനുവദിക്കില്ല. കാരണം KSEB പോലും കൊള്ളയടിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള കൊള്ളയടി സംഘങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി അദ്ദേഹം PM സൂര്യഘർ യോജന ലോകം മൊത്തം ശ്രദ്ധയിൽ നേടുന്ന തരത്തിൽ ഭാരതത്തെ നടപ്പിലാക്കിയിട്ടുണ്ട്. എന്നാൽ അതിന്റെ പങ്കാളികളായിട്ട് കേരളത്തിലെ ജനങ്ങൾ മാറണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ യുവമോർച്ച ഇന്ന് ഇതുപോലൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുവാൻ വേണ്ടി ബിജെപിയുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീ VB ഗോപകുമാർ അവരുടെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട ഈ മാർച്ചിന്റെ നായകൻ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രണവ് താമരക്കുളം, ബഹുമാനായ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗവും തിരുവനന്തപുരം ജില്ലയുടെ സഹപ്രഭാരിയുമായ ശ്രീ ഗോപിനാഥ്, പാർട്ടിയുടെ ചാവറ മണ്ഡലം പ്രസിഡന്റ് ശ്രീമതി ദീപാ സഹദേവൻ, പാർട്ടിയുടെ OBC മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രകാശ് പാപ്പാടി, യുവമോർച്ചയുടെ ജില്ലാ ഭാരവാഹികള്, പാർട്ടിയുടെ വിവിധ തലങ്ങളിലെ സഹപ്രവർത്തകര്, മാധ്യമ സുഹൃത്തുക്കളേറെ ബഹുമാനായ സഹോദരി സഹോദരന്മാർ, ശ്രീ പ്രണവ് ഇവിടെ സൂചിപ്പിച്ചു, സംസ്ഥാനത്ത് വൈദ്യുത ചാർജ് വർധനവിനെതിരെ യുവമോർച്ച കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തില് ഇന്ന് ഈ വൈദ്യുത ഭവനിലേക്ക് നടന്ന മാർച്ച് പിണറായി സർക്കാർ സർവ്വ മേഖലയിലും ഒരു പരാജയമായി മാറിയിരിക്കുന്നു. കേരള ജനതയെ കൊള്ളയടിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ പിണറായി സർക്കാരിന് ലക്ഷ്യമായിട്ടുള്ളൂ. ഓരോ കാര്യങ്ങളും പരിശോധിച്ച് നോക്കുമ്പോൾ ഈ സംസ്ഥാനത്ത് സർവ്വ മേഖലകളിലും അരാജകത്വം സൃഷ്ടിക്കുക, ജനങ്ങളുടെ നിത്യ ജീവിതത്തെ ഗുരുതരമായി ബാധിക്കുന്ന തരത്തിലേക്ക് വൈദ്യുത ചാർജ് വർധനവായാലും വെള്ളക്കരമായാലും നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവായാലും ഈ ഗവൺമെന്റിന്റെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, ജനങ്ങളെ കൊള്ളയടിക്കുക. ഒരു പിടിച്ചുപറി സംഘമായിട്ട് പിണറായി സർക്കാർ
മാറിയിരിക്കുന്നു. രണ്ടാമത് അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ ഇത് മൂന്നാമത് തവണയാണ് വൈദ്യുത ചാർജ് വർദ്ധിപ്പിക്കുന്നത്. 21 അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ 22 7% വർധനമാണ് വൈദ്യുത ചാർജിന്മേൽ ഉണ്ടാക്കിയത്. അതുപോലെ 23 ഈ ഗവൺമെന്റ് 3% വർധനവ് വൈദ്യുത ചാർജിൽ വന്നു. ഇപ്പോൾ ഗവൺമെന്റ് അവകാശപ്പെടുന്നത് ഞങ്ങൾ വൈദ്യുത മേഖലയിൽ 2.5% വർധനവ് മാത്രമാണ് വരുത്തിയിട്ടുള്ളത് എന്നാണ്. 16 പൈസയുടെ വർധനവ് മാത്രമാണ് വരുത്തിയിട്ടുള്ളതെന്നാണ് സംസ്ഥാന വൈദ്യുത വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി അവകാശപ്പെടുന്നത്. തത്വത്തിൽ ഗവൺമെന്റ് ഓർഡർ വൈദ്യുത വകുപ്പിന്റെ ഉത്തരവനുസരിച്ച് 16.92 പൈസയുടെ വർധന, ഏതാണ്ട് 17 പൈസയുടെ വർധനമാണ് ഈ ഗവൺമെന്റ് വൈദ്യുത മേഖലയിൽ വരുത്തിയിട്ടുള്ളത്. മാത്രമല്ല സർചാർജ് ഇനത്തില് 19 പൈസ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആ ഇനത്തിൽ നോക്കുകയാണെങ്കിൽ യൂണിറ്റിന് 36 പൈസയുടെ വർധനമാണ് ഈ ഗവൺമെന്റ് വരുത്തിയിട്ടുള്ളത്. ഇവർ അവകാശപ്പെടുന്നത് 40 യൂണിറ്റ് വൈദ്യുത ചാർജ് ഉള്ളിടത്തെല്ലാം ഞങ്ങൾ സൗജന്യമാക്കിയിട്ടുണ്ട്. ഈ ഗവൺമെന്റ് കണക്ക് വ്യക്തമാക്കണം. നിങ്ങൾ കേരളത്തിലെ എത്ര കുടുംബങ്ങൾക്കാണ് 40 യൂണിറ്റ് ഉപയോഗിക്കുന്ന എത്ര കുടുംബങ്ങൾക്കാണ് നിങ്ങൾ സൗജന്യമായിട്ട് വൈദ്യുതി കൊടുക്കുന്നത് എന്ന് വെളിപ്പെടുത്താനുള്ള ധാർമ്മികമായ ബാധ്യത ഈ ഗവൺമെന്റിനുണ്ട്. മാത്രമല്ല കാർഷിക മേഖലയിലേക്ക് ഗുരുതരമായി ബാധിക്കത്തക്ക രീതിയിൽ കാർഷിക മേഖലയിലെ ഗുണഭോക്താക്കൾക്കും വൈദ്യുത ചാർജ് വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത് വന്ന വലിയൊരു മാറ്റമുണ്ട്. ശ്രീ നരേന്ദ്രമോദിയുടെ സർക്കാർ ഇത്തരം മാറ്റങ്ങൾ വൈദ്യുത മേഖലയായാലും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഒക്കെ ഉപയോഗത്തിൽ വരുന്ന വലിയ വർധനവിന്റെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇലക്ട്രിക് വാഹനങ്ങള് വളരെ വ്യാപകമായി ഇന്ന് നമ്മുടെ രാജ്യത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. വൈദ്യുത മേഖലയിലെ വൈദ്യുത കണക്ടിവിറ്റിയിലൂടെ ആ ഇലക്ട്രിക് വാഹനങ്ങള് യൂണിറ്റിന് 5 രൂപ 50 പൈസയാണ് നിശ്ചയിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോഴത്തെ വർധനമനുസരിച്ച് 7 രൂപ 15 പൈസ ആ ഇനത്തില് വാഹനങ്ങൾക്ക്, ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഈ അധിക വർധനവ് ഈ ഗവൺമെന്റ് വരുത്തിയിരിക്കുന്നു. അപ്പോൾ നിത്യോപയോഗ രംഗത്ത് ഈ മേഖലയിൽ 3 മേഖലയിലും ഗാർഹിക ഉപഭോക്താക്കൾ, അതേപോലെ തന്നെ കാർഷിക മേഖലയിലെ ഉപഭോക്താക്കൾ, ഒപ്പം ഈ വലിയ തോതിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപഭോക്താക്കൾ, ഈ 3 മേഖലയിലും വലിയ വർധനവ് ഈ ഗവൺമെന്റ് അടിച്ചേൽപ്പിച്ചിരിക്കുന്നു. ഇത് ആരുടെ താല്പര്യം സംരക്ഷിക്കുവാൻ വേണ്ടി? എന്നാൽ ശ്രീ ബിജു പ്രഭാകരൻ IAS ഇതിന്റെ ചെയർമാനായിട്ടിരിക്കുന്ന അദ്ദേഹം സൂചിപ്പിച്ചത് ഇക്കണക്കിന് വൈദ്യുത ബോർഡ് പോയാൽ സമീപ ഭാവിയിൽ KSRTCയുടെ അതേ അവസ്ഥ വൈദ്യുത ബോർഡിനും ഉണ്ടാകും എന്നാണ്. ഏത് രീതിയിലായാലും സംസ്ഥാനത്തെ വൈദ്യുത ബോർഡിനെ ലാഭകരമാക്കി കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഏതാണ്ട് 2 വർഷം മുമ്പ് ഡോക്ടർ B അശോക് IAS വൈദ്യുത ബോർഡിന്റെ ചെയർമാനായിട്ടിരുന്നു. അദ്ദേഹം വൈദ്യുത ബോർഡിൽ ചുമതലയേൽക്കുമ്പോൾ നഷ്ടത്തിലായ വൈദ്യുത ബോർഡിനെ എങ്ങനെ ലാഭത്തിലാക്കാമെന്ന പദ്ധതി അതിന് രൂപം കൊടുത്ത് സംസ്ഥാന വൈദ്യുത വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നൽകി. അദ്ദേഹം പറഞ്ഞു, വൈദ്യുത ബോർഡില് വ്യാപകമായ ധൂർത്തും അഴിമതിയുമാണ് നടക്കുന്നത്. ഈ വ്യാപകമായ ധൂർത്തും അഴിമതിയും വൈദ്യുത ബോർഡിൽ ഇല്ലാതാക്കിയാൽ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ വൈദ്യുത ബോർഡിനെ ലാഭകരമാക്കി മാറ്റാം. 1 പൈസയുടെ വൈദ്യുത ചാർജ് വർധനവ് ആവശ്യമില്ല. മാത്രമല്ല ദീർഘകാല കരാറിന്റെ അടിസ്ഥാനത്തില് ഇപ്പോൾ അദ്ദേഹം ഇരിക്കുമ്പോൾ 4 രൂപയ്ക്കായിരുന്നു യൂണിറ്റ് ഒന്നിന് ആ കരാറാണ് ഉണ്ടായിരുന്നെങ്കിൽ കോവിഡിന് ശേഷം അത് 3 രൂപയാക്കി കുറയ്ക്കാം ദീർഘകാല കരാർ അടിസ്ഥാനത്തിൽ വൈദ്യുതി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അന്ന് ഡോക്ടർ B അശോക് IASണ്ടായ ദുരനുഭവം നമ്മൾ കണ്ടു. വൈദ്യുത ചാർജ് കുറയ്ക്കാൻ, വൈദ്യുത ബോർഡിനെ ലാഭകരമാക്കാൻ, വൈദ്യുത ബോർഡിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ധൂർത്തും അഴിമതിയും ഇല്ലാതാക്കാൻ നടപടിയെടുത്ത ഏറ്റവും സത്യസന്ധനായ സംസ്ഥാനത്തെ ഏറ്റവും സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ വൈദ്യുത വകുപ്പ് ആ സ്ഥാനത്തു നിന്നും മാറ്റി. അന്ന് നമ്മൾ കണ്ടു CATU യൂണിയനിൽപ്പെട്ട നേതാക്കന്മാർ അവരുടെ ഓഫീസിൽ വരാറില്ല.
എന്നിട്ട് ഒപ്പിടും. മാത്രമല്ല വ്യാജ TA ബില്ലുകൾ ഹാജരാക്കുന്നു. കോടിക്കണക്കിന് രൂപ CITUവിന്റെ നേതാക്കന്മാർ ആ ഇനത്തിൽ വൈദ്യുത ബോർഡിൽ നിന്ന് ഈടാക്കുന്നതടക്കം തെളിവ് സഹിതമാണ് അന്ന് ഡോക്ടർ വി അശോക് കണ്ടെത്തിയത്. പക്ഷേ അദ്ദേഹത്തിനെ വൈദ്യുത ബോർഡിൽ നിന്ന് മാറ്റി. അപ്പോൾ ഈ ഗവൺമെന്റ് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഏത് രീതിയിലായാലും ജനങ്ങളെ കൊള്ളയടിക്കുക. അതിന് ഏറ്റവും നല്ല മാർഗം വൈദ്യുത ബോർഡാണ്. ആ വൈദ്യുത ബോർഡിനെ ഉപയോഗിച്ചുകൊണ്ട് പിണറായി സർക്കാരിന്റെ അവസാന കാലഘട്ടം ഇതിൽ നിന്നെങ്കിലും സാമ്പത്തിക ലാഭം ഉണ്ടാക്കുക. ഈ ഗവൺമെന്റ് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഏത് രീതിയിലായാലും പിണറായിക്കും കുടുംബത്തിനും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന പദ്ധതികൾ മാത്രം നടപ്പിലാക്കുക എന്ന തരത്തിലേക്ക് ഈ ഗവൺമെന്റ് മാറിയിരിക്കുന്നു. പിണറായിക്ക് അറിയാൻ ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല എന്ന്. അതുകൊണ്ട് തന്നെ വൈദ്യുത ബോർഡിലൂടെയുള്ള കൊള്ള നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മാസപ്പടി വിവാദം, മകളുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദം അടക്കം ഈ ഗവൺമെന്റ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുമ്പോൾ ഈ സംസ്ഥാനത്തിലെ സാധാരണക്കാരായ പാവപ്പെട്ട ആൾക്കാർക്ക് അത് കുടിവെള്ളമാകട്ടെ, വൈദ്യുതിയാകട്ടെ, ആഹാരമാകട്ടെ, ഈ മേഖലകളിൽ പോലും ശ്രദ്ധിക്കുവാൻ ഈ ഗവൺമെന്റിന് കഴിയാതെ പോകുന്നു. പിണറായി സർക്കാർ പിടിച്ചുപറിക്കാരുടെ സർക്കാരായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വൈദ്യുത മേഖലയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത റിപ്പോർട്ടുകളാണ് വൈദ്യുത ബോർഡ് പറയുന്നത്. ഒരു റിപ്പോർട്ടിൽ ലാഭകരമാണെന്ന് പറയുന്നു, മറ്റൊരു റിപ്പോർട്ടിൽ അത് നഷ്ടത്തിലാണെന്ന് പറയുന്നു. അടുത്ത വർഷത്തേക്കുള്ള വർധനവ് ഈ വർഷം തന്നെ പ്രഖ്യാപിക്കുന്നു. ഇത്തരത്തിൽ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന, ജനങ്ങളെ കൊള്ളയടിക്കുന്ന പിണറായി സർക്കാരിനെതിരെയുള്ള പോരാട്ടം ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് വൈദ്യുത ചാർജ് പിൻവലിക്കുന്നവരെ ഈ ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായ പോരാട്ടവുമായി BJPയും യുവമോർച്ചയും മറ്റ് പോഷക സംഘടനകളും മുന്നോട്ട് പോകുമെന്ന് മാത്രം കാപ്പിയിൽ നൽകിക്കൊണ്ട് ഈ ഗവൺമെന്റ് ഈ തെറ്റ് തിരുത്തണം, ഈ വൈദ്യുത ചാർജ് വർധനവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ധർണാ പരിപാടി, ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. जय जय मोर्चा, जय जय भारत माता. എൻ്റെ വയറിനകത്ത് ഇത് കൊണ്ടുവന്ന് പോകുന്നു കേട്ടോ. വയറ്റിലേക്ക് കൊണ്ടുവന്ന് പോകുന്നു കേട്ടോ. ഇതിനകത്ത് ആളുണ്ട്, അതിനകത്ത് Thank you.